ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിക്കുന്നുവെന്ന പ്രസ്താവനയുമായി US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ. ഇന്ത്യയിൽ മതപരിവർത്തന വിരുദ്ധ നിയമങ്ങൾ ആശങ്കപ്പെടുന്ന വിധത്തിൽ വർദ്ധിക്കുന്നുവെന്നും വിദ്വേഷ പ്രസംഗങ്ങൾ, ന്യൂനപക്ഷങ്ങളുടെ ആരാധനാലയങ്ങൾ, വീടുകൾ എന്നിവ തകർക്കപ്പെടുന്നുവെന്നും അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി പറയുന്നു. അന്താരാഷ്ട്ര മത സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ റിപ്പോർട്ട് പുറത്തുവിടുന്ന വേളയിലാണ് ബ്ലിങ്കൻ ഇക്കാര്യങ്ങൾ പറഞ്ഞത്. ലോകത്തെല്ലായിടത്തും മതസ്വാതന്ത്ര്യം സംരക്ഷിക്കാനായി കഠിനമായ ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്നും അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി പറഞ്ഞു. അമേരിക്കയിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ മതസ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ 2023 ഇന്ത്യയെ അറിയിച്ചിരുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. എന്നാൽ അതിനുശേഷവും ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള ആക്രമണങ്ങൾ വർദ്ധിക്കുകയാണെന്നും പല ആരാധനാലയങ്ങളും തകർക്കപ്പെടുകയും ചെയ്യുന്നുണ്ടെന്ന് ബ്ലിങ്കൻ പറയുന്നു. ഇന്ത്യയിലുള്ള 28 സംസ്ഥാനങ്ങളിൽ 10 എണ്ണത്തിൽ നിയമപരമായി മതപരിവർത്തനത്തെ നിയന്ത്രിക്കുന്ന നിയമങ്ങളുണ്ട്. ചില സംസ്ഥാനങ്ങൾ വിവാഹത്തിനായുള്ള നിർബന്ധിത മതപരിവർത്തനത്തിന് പിഴ ഈടാക്കുന്നുണ്ടെന്നും അമേരിക്കയുടെ റിപ്പോർട്ടിൽ പറയുന്നു. 2023 തന്നെ ചില മതന്യൂനപക്ഷങ്ങൾ അക്രമം, കുറ്റകൃത്യങ്ങൾ എന്നിവയിൽ നിന്ന് തങ്ങളെ സംരക്ഷിക്കാനുള്ള സർക്കാരിൻ്റെ കഴിവിനെ ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. അതുപോലെ ഇവർക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ, മതസ്വാതന്ത്ര്യവും വിശ്വാസവും സംരക്ഷിക്കൽ തുടങ്ങിയവ സർക്കാരിൽ നിന്നും ഉണ്ടാകുന്നുണ്ടോ എന്ന കാര്യത്തിലും ഇവർ സംശയം പ്രകടിപ്പിച്ചതായും റിപ്പോർട്ടിൽ പറയുന്നു. നേരത്തെ അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വാർഷിക മനുഷ്യാവകാശ റിപ്പോർട്ട് ഇന്ത്യ തള്ളിക്കളഞ്ഞിരുന്നു. തെറ്റായ വിവരങ്ങളും കാര്യങ്ങളെ തെറ്റായി മനസ്സിലാക്കുകയും ചെയ്യുന്ന റിപ്പോർട്ടാണ് അതെന്ന് ഇന്ത്യ കുറ്റപ്പെടുത്തുകയും ചെയ്തു. അമേരിക്കയുമായുള്ള സഹകരണം തങ്ങൾ വിലമതിക്കുന്നു, അതുകൊണ്ട് തന്നെ സത്യസന്ധമായ ചർച്ചകൾ ഇനിയും നടക്കുമെന്നും വിദേശകാര്യ മന്ത്രാലയം അന്ന് പറഞ്ഞിരുന്നു. നിർബന്ധിത മതപരിവർത്തന നിയമപ്രകാരം ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും അറസ്റ്റ് ചെയ്യപ്പെടുകയാണെന്ന് ഈ പുതിയ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇത്തരം ചില കേസുകളിൽ ന്യൂനപക്ഷങ്ങളെ പീഡിപ്പിക്കാനായി വ്യാജമായി കെട്ടിച്ചമച്ചതാണ് നിയമങ്ങളെന്നും പറയുന്നുണ്ട്. മതവിശ്വാസങ്ങൾ പിന്തുടരുന്നതിൻ്റെ പേരിലാണ് ഈ ആളുകൾ അറസ്റ്റിലാവുന്നതെന്ന് ആരോപിക്കുന്നുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏകീകൃത സിവിൽ കോഡ് കൊണ്ടുവരുന്നതിനെക്കുറിച്ച് സംസാരിച്ചതുമെല്ലാം റിപ്പോർട്ടിൽ വ്യക്തമായി പരാമർശിക്കുന്നുണ്ട്. മുസ്ലിം, സിഖ്, ക്രിസ്ത്യൻ, ആദിവാസി നേതാക്കളും ചില സംസ്ഥാന സർക്കാരുകളും ഇതിനെ എതിർത്തുവെന്നും രാജ്യത്തെ ഹിന്ദു രാഷ്ട്രമായി മാറ്റാൻ ഭരണകൂടം ശ്രമിക്കുകയാണെന്ന് ആരോപിച്ചിട്ടുണ്ടെന്നും സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് പറയുന്നു. അതേസമയം ഈ റിപ്പോർട്ടിനെ ഇന്ത്യൻ അമേരിക്കൻ മുസ്ലിം കൗൺസിൽ സ്വാഗതം ചെയ്യുകയാണ് ഉണ്ടായത്. ഈ റിപ്പോർട്ടിൽ നടപടിയെടുക്കേണ്ടത് US സ്റ്റേറ്റ് സെക്രട്ടറിയാണ്. ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ കാര്യമായി പരിഗണിക്കേണ്ടതുണ്ടെന്നും IAMCയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ റാഷിദ് അഹമ്മദ് പറയുന്നു.